ഇനിയിപ്പോൾ പറഞ്ഞു ഞാൻ പഴയ കണ്ടീഷനിലേക്ക് എന്തായാലും തിരിച്ചു വരുന്ന കാര്യം സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മരിച്ചവരെക്കാൾ കഷ്ടമാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കണം, ഇവിടെ അവശേഷിക്കണം ജീവിക്കണം. ഞങ്ങൾക്കിപ്പോൾ മരിച്ചവരെക്കാൾ കഷ്ടത്തിലാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. സത്യത്തിൽ മരിച്ചവർ രക്ഷപ്പെട്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെടുക. ഓരോ ദിവസവും ഞങ്ങൾ അത്രയും നെരുങ്ങിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മുമ്പ് കങ്ങളെ കടയല്ലേ? ശരിക്കും ഈ മുണ്ടക്കിക്കാർ ഭാഷയെങ്കിലും ചൂരന്മല ഏറെക്കുറെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായി. ചൂരന്മല ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ്. കാരണം ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകളില്ലല്ലോ. ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞ രീതിയിലൊക്കെ പോയി ഏറെക്കുറെ ആളുകൾ മരിച്ചുപോയി. ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് പോയില്ലേ. ഇവിടെ വരാൻ ആളില്ല. ഇവിടെ ഇപ്പോൾ വരുന്ന ആവശ്യം കുറഞ്ഞ ടൂറിസ്റ്റുകളാണ് വരുന്നത്. അവരപ്പം ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. ഈ മഴ ഇപ്പോൾ വില്ലേജ് ഓഫീസ് ആശുപത്രിയൊക്കെ അങ്ങോട്ട് ഒക്കെ മാറി, എല്ലാം മാറി. വില്ലേജ് ഓഫീസ് പോയി, ആശുപത്രി പോയി. ഇവിടെ ഇപ്പം പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്നുമില്ല. സ്കൂളില്ല, ബാങ്കുകളൊന്നുമില്ല, കടകളില്ല. ഞാൻ തന്നെ അറിഞ്ഞാൽ വെറുതെ രാവിലെ ഇവിടെ 10-20 മിനിറ്റ് നേരം തുറക്കും. അത് കഴിഞ്ഞാൽ ഞാൻ അടച്ച് ഞാനങ്ങ് പോകും. ഇല്ല, ഇവിടെ ഇത് പിന്നെ റെഡ് സോണപ്പെട്ട സ്ഥലമല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സാധനങ്ങളായിട്ട് പറഞ്ഞാൽ ഇപ്പം മറ്റു സ്ഥലത്തേക്ക് പോകാനിപ്പം നമ്മളെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ എന്തെങ്കിലും വിറ്റ് പോട്ടെ. ബാക്കി പിന്നെ എന്താ വെച്ചാൽ അപ്പം പോലെ ചെയ്യുക. കാരണം നമുക്ക് പിന്നെ വേറെ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ, സർക്കാർ ഭാഗത്തു നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ കച്ചവടവും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ പോവുകയും ചെയ്തു. നിങ്ങളാരും പുനരധിവാസ പാക്കേജിൽ വന്നിട്ടില്ല. ഈ ഗ്രാമം ഒന്ന് സജീവമാക്കണം. ഒന്നുകൂടി ഗ്രാമം സജീവമാക്കണം. പക്ഷേ ഇനിയിപ്പോൾ ഈ ഗ്രാമം സജീവമാവും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ സംഭവമൊക്കെ ഇവിടുന്ന് പോയതുകൊണ്ട് പിന്നെ ഈ ഗ്രാമങ്ങളൊന്നും സജീവമാവും തോന്നുന്നില്ല. കാരണം ഇവിടെ നിന്നൊക്കെ മൊത്തം പോയില്ലേ, എല്ലാ ആളുകളും പോയി. സ്കൂള്, ആശുപത്രി എല്ലാം പ്രധാനപ്പെട്ട ഇപ്പോൾ സ്കൂളാണല്ലോ. സ്കൂളിൽ പോയി, ആശുപത്രി പോയി, അങ്ങനെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇവിടുന്ന് പോയി. ഇനിയിപ്പോൾ പറഞ്ഞു ഞാൻ പഴയ കണ്ടീഷനിലേക്ക് എന്തായാലും തിരിച്ചു വരുന്ന കാര്യം സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മരിച്ചവരെക്കാൾ കഷ്ടമാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കണം, ഇവിടെ അവശേഷിക്കണം ജീവിക്കണം. ഞങ്ങൾക്കിപ്പോൾ മരിച്ചവരെക്കാൾ കഷ്ടത്തിലാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. സത്യത്തിൽ മരിച്ചവർ രക്ഷപ്പെട്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെടുക. ഓരോ ദിവസവും ഞങ്ങൾ അത്രയും നെരുങ്ങിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്.